പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ എന്ന് വാർത്താക്കുറിപ്പിലൂടെ നേതാക്കൾ വ്യക്തമാക്കി. സമവായ ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ ലംഘിച്ചതിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ വിമർശനമായി എത്തിയിരുന്നു. സമസ്ത അധ്യക്ഷനും അതൃപ്തി ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഖേദപ്രകടനം. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, എന്താണ് തർക്കമെങ്കിൽ തർക്കം അല്ലെങ്കിൽ ഉടക്കെങ്കിൽ ഉടക്ക് എന്ന ലൈനിൽ കടുത്ത വിമർശനങ്ങൾ നടത്തിയ നേതാക്കളാണ് അവരൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഖേദപ്രകടനത്തിന്റെ ഇപ്പോഴത്തെ പശ്ചാത്തലം എന്താണ് സമീർ? ഹാഷ്മി, സമവായ ചർച്ചയിലെ പ്രധാനപ്പെട്ട ധാരണ ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ കാര്യം പരസ്യമായി പൊതുസമൂഹത്തോട് പറയണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് പറയാതെ വന്നതോടെയായിരുന്നു മുസ്ലിം ലീഗ് കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസം ഇന്നുമായി ഉന്നയിച്ചത്. അതിന് പിന്നാലെ ജിഫ്രി തങ്ങളുടെ അനുമതിയോട് കൂടെയാണ് ഈ വിമർശനം വന്നതെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ ഖേദപ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറെന്നും ഇനിയും ഖേദം പ്രകടിപ്പിക്കാൻ വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതുമാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ചില പ്രസംഗങ്ങളിലൂടെയുള്ള പരാമർശങ്ങൾ സാദിഖ് അലി തങ്ങൾക്ക് വേദന ഉണ്ടാക്കി, എന്നാൽ തങ്ങൾ ഉദ്ദേശിച്ചായിരുന്നില്ല, മറിച്ച് മാധ്യമ സൃഷ്ടിയായിരുന്നു. എങ്കിലും തങ്ങൾക്ക് ഇത് വേദന ഉണ്ടാക്കി, ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി, അതോടൊപ്പം തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ്, വാക്കോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് സഹിതമുള്ള വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനിയും ഇത്തരം സഹകരണത്തിനും വിട്ടുവീഴ്ചക്കും തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ജിഫ്രി തങ്ങളുടെ സാന്നിധ്യത്തിൽ ലീഗ് വിരുദ്ധ നേതാക്കൾ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പാണക്കാട് തങ്ങളോട് ഈ ലീഗ് വിരുദ്ധ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്ത് പൊതുസമൂഹത്തോട് പറയണം, കാരണം പരസ്യമായുള്ള വിമർശനമായിരുന്നു തങ്ങൾക്കെതിരെ നടത്തിയത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടുള്ള വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ ഇതെല്ലാം തന്നെ നിഷേധിക്കൂ, ഒരു തരത്തിലുള്ള മാപ്പ് പറയലും ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ അതിരൂക്ഷമായ ഭാഷയിലാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വിമർശനം ഇവർക്ക് നേരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നും വിമർശനം ഉന്നയിച്ചു. സമസ്തയിലെ പ്രശ്നങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖേദപ്രകടനം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് ഇനി കാര്യമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം എന്തായാലും ആ ലീഗ് വിരുദ്ധ നേതാക്കൾ പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ ഈ പറഞ്ഞ വിമർശനത്തിൽ അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവരത് പരസ്യമായി പറയുകയും ചെയ്യുന്നു.